നമസ്കാരം. മഞ്ഞുമ്മൽ ബോയ്സ്. അങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സ് പടം ഇറങ്ങി വിജയകരമായിട്ട് തിയേറ്ററുകളിൽ പോകുന്ന നിറയെ സദസ്സുകളോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പടത്തിനെ കുറിച്ച് പറയാൻ അറിയാലോ, സർവൈവൽ ത്രില്ലറാണ്. ഞാൻ അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ റിവ്യൂ എടുത്ത് നോക്കുക. റിവ്യൂ എല്ലാവരും നോക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം നിങ്ങൾക്കൊരു വേറെ തരത്തിലുള്ളൊരു അനുഭവമായിരിക്കും ഒരു പടം. ഞാൻ ആ പടം കണ്ട് വന്നിട്ട് അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞാനും ആ ഒരു മലയിടുക്കിൽ പെട്ട ഒരു അവസ്ഥ. കാരണം കണ്ണ് 2 ദിവസമായി. കാരണം കണ്ണ് അടച്ചു കഴിഞ്ഞാൽ രാത്രിയാകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു മൈൻഡാണ് വരുന്നത്. അപ്പോൾ അത് യഥാർത്ഥം അനുഭവിച്ച യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിന്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അത്രയ്ക്കും വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ആലുവയിലെ മഞ്ഞുമ്മൽ എന്നൊരു സ്ഥലത്ത് നടന്ന ഒരു കൂട്ടം യുവാക്കള് കൊടൈക്കനാല് ടൂറ് പോയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കുറെ സംഭവ വികാസങ്ങളാണ്. അതിലൊരാള് ഒരു കുഴിൻ്റെ അകത്ത് പോവുകയും കുറെ പേര് മിനിസ്റ്ററുടെ മകനടക്കം പോയിട്ട് രക്ഷിക്കാൻ പറ്റാതെ പല തരത്തിലുള്ള സേനകളും മറ്റേ കരസേനകളും എല്ലാവരും വന്നിട്ടടക്കം ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ട് ആദ്യമായിട്ടൊരു മലയാളി രക്ഷപ്പെട്ടത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അത് രക്ഷപ്പെടുത്തിയത് കൂടെ നിൽക്കുന്ന ആള് തന്നെയാണ്, കൂടെ നല്ല കൂട്ടുകാരൻ തന്നെയാണ്. ഇവര് 11 പേരും കൂടിയിട്ടാണ് ടൂർ പോയത്. അപ്പൊ നിങ്ങൾ റിയൽ സ്റ്റോറി എന്ന് വെച്ചാൽ തന്നെയാണ് നമ്മളെ ട്രെയിലറിൽ കാണുന്ന പോലെയാണ്. പക്ഷെ ഇത് സെറ്റിട്ടിരിക്കുന്ന രീതി ആ ഒരു പടത്തില് എന്റെ മോനെ സമ്മതിച്ചു. ഇവര് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ആർട്ട് ഡയറക്ടറും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ കൊച്ചിയിലൊക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ഇട്ടിരിക്കുന്നത്. ഇത്രയും ഏക്കർ ഗോഡൌണില് എത്രയോ 50 അടി കുഴിയിൽ വെച്ച് കുഴിച്ചിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. ഭീകരം പറഞ്ഞ ഭീകര സെറ്റപ്പ്. നമ്മൾ കണ്ട ശരിക്കും അത് സെറ്റാണെന്ന് പറയില്ല. അമ്മാതിരി ഒരു ചെറിയ കല്ലടക്കം ഇതിൽ മൊത്തം സെറ്റാണ്. ആ ഒറിജിനാലിറ്റിയാണ് ആ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ളത്. മത്സരിച്ച് അഭിനയിക്കാന്നുള്ളത് റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് ഇവർക്ക് മത്സരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതുമില്ല. പിന്നെ വലിയതായിട്ട് കേരളക്കരയെ മാറ്റിമറിക്കാൻ തരത്തിലുള്ള മ്യൂസിക് ഇല്ല. പക്ഷെ അതിലുള്ള മ്യൂസിക് നമ്മൾ ആ സിനിമയിലോട്ട് കൊണ്ടുപോയി നമ്മളെയും ആ ഒരു 11 പേരിൽ ഒരാളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക്കാണ്. അത് തന്നെയാണ്. അപ്പൊ ഈ പടം ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഭയങ്കര രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാവിടെയും എല്ലാ വെളിരാജ്യങ്ങളിലായാലും എല്ലായാലും നല്ല രീതിയിലുള്ള പ്രതികരണം കാര്യങ്ങളെല്ലാം വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് റിയൽ മഞ്ഞുമ്മൽ ബോയ്സ് ഓൺ എന്താ പറയുക എയറാണ്. അവർ മൊത്തം എയറിലാണ്. ഇപ്പോൾ എയർ എന്ന് ഉദ്ദേശിച്ചത് മോശമായിട്ടുള്ള കാര്യത്തിലല്ല. എല്ലാ ചാനലിലൂടെയും എല്ലാവരുടെയും ഇതിലൂടെ അവരിപ്പോ നിലവിൽ ഒരു വൈറലാണ്. വൈറലെന്നും പറയാം. മൊത്തത്തിലൊരു വൈറലാണ്. അവര് യഥാർത്ഥ കുട്ടേട്ടൻ, യഥാർത്ഥ സുഭാഷ്, അങ്ങനെ കുറെ പേര് നിലവില് ഉണ്ട്. കാരണം അവരൊക്കെ നമ്മുടെ ഒരു കുടുംബത്തിലൊരു ആളായിട്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അവരുടെ റിയൽ ലൈഫിൽ ശരിക്കും നടന്നതിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ. ഇത് നമ്മുടെ ഇത് നമ്മുടെ സുഭാഷ് കുഴി വീണ മനുഷ്യൻ. അത് കുഴിന്ന് ഇങ്ങനെ വീണ് എഴുന്നേറ്റ് വരുമല്ല, അത് നമ്മളിങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോരുന്നത്. ഒരു ഭയങ്കര സങ്കടം തോന്നുമല്ലോ. രക്ഷപ്പെട്ട് എന്നാലും ആ ഒരു ഉള്ളിൽ നിന്ന് പോവില്ല ആ ഒരു ഫീല്. അപ്പൊ തുടങ്ങി ആഗ്രഹിച്ചാണ് ഒന്ന് കാണുന്നത്. ഓ, അപ്പൊ എന്റെ നിങ്ങളെ നേരിട്ട് കണ്ടപ്പോ എനിക്ക് തോന്നിയ സംശയം, സിനിമ കണ്ടപ്പോ എനിക്ക് ആ സംശയം ഇല്ലായിരുന്നു. സുഭാഷ് ചേട്ടന് കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട്, ഇദ്ദേഹത്തിന് അത്ര ഇല്ല. അപ്പൊ പൊക്കിക്കൊണ്ട് വരാനായിട്ട് അത് ശരീരത്തിന്റെ വളർച്ചയുടെ ആരോഗ്യവും നല്ല മനസ്സിന്റെ ധൈര്യം. അത് ഓരോ വ്യക്തി എങ്ങനെ ഇരിക്കുന്നു എന്നതിലുള്ള കുട്ടൻ ഉണ്ടല്ലോ. ഞാൻ പറയാം, അന്ന് ഇത്രയും വെയിറ്റ് ഇല്ല. കുട്ടനും സുഭാഷൊക്കെ കുട്ടനായിരിക്കും കുറച്ച് വെയിറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അതിന്റെ രൂപം, സുഭാഷ് കുട്ടൻ പറഞ്ഞ രൂപം നിങ്ങൾ ആലോചിക്കും, ഇതെങ്ങനെയാണ് ഇവനെ ഇത്രയും വലിയ മനുഷ്യനെ ഇത്രയും ചെറിയ ആൾ കൊണ്ടുവന്നെന്നുള്ളത്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സ്റ്റോറിയാണ്. അന്ന് ഇവന്റെ ശരീരഘടനയൊക്കെ പറയുന്നുണ്ട്. കാരണം ക്ലൈമാക്സിൽ ആ ഒരു അവസാനത്തെ ഒരു 1/2 മണിക്കൂർ എന്റെ പോലെ ശ്വാസം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു മേക്കിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള നമ്മുടെ സീറ്റിന്റെ തുമ്പത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാണാൻ ഒരു അവസ്ഥയാണ്. അമ്മാതിരി ഒരു ഇത് തന്നെ. കാരണം അതിന്റെ അകത്ത് ഈ ഒരു ഒന്നാമത്തത് ഗുണാക്കേവ് എന്ന് പറയുന്നത് ഡെവിൽസ് കിച്ച് എന്ന് പറയുന്ന ഒരു കല്ലിടുക്കിന്റെ ഇടയിലുള്ളതാണ്. അതിന്റെ ഉള്ളിലൊരു കുഴിയിൽ പെടുന്നു പറയുമ്പോൾ അതിന്റെ അകത്തോട്ട് വരുന്ന ആ ഒരു സീനുകള് ഇങ്ങനെ തട്ട് പോലെ അത് ഒരു രക്ഷയില്ലാത്ത സെറ്റായിരുന്നു. അത് നമ്മളൊന്നും എന്താ പറയാ, മനസ്സിനുള്ളൊരു പേടി തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ് നമ്മളെ പടം കാണുമ്പോൾ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പല സർവൈവൽ ത്രില്ലറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
നമ്മുടെ 2018 ആയാലും നമ്മുടെ എന്താണ് മലയൻകുഞ്ഞായാലും. പക്ഷേ എനിക്ക് തോന്നുന്നു മാളൂട്ടി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മുടെ കുട്ടി കുഴൽക്കിണറിന്റെ ഉള്ളിൽ പെട്ടിട്ട് ആ സർവൈവൽ ചെയ്തിട്ട് രക്ഷിക്കുന്ന ഒരു, ആ സിനിമയ്ക്ക് ശേഷം അത്രയും ഒരു ശ്വാസം കൈപിടിച്ചിരുന്ന് കണ്ട പടമാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്. ചിദംബരത്തിന്റെ ഡയറക്ഷൻ, ജാനമൻ സംവിധാനം ചെയ്ത ചിദംബരത്തിന്റെ ഡയറക്ഷൻ. ഇതിൽ മെയിനായിട്ട് അവർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ആർട്ടിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് വേറെ ലെവല്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ വെള്ളത്തെ തടുക്കാൻ പറ്റൂല അവിടെ. കാരണം അത് കല്ലാണ് വന്നു കൊടുക്കുന്നത്, കല്ലും തടിയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഈ കുഴിയിലോട്ട് വീണ അവന്റെ അങ്ങനെയെന്നുള്ള അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കടന്നത്. കാരണം വെള്ളം എങ്ങനെ വന്നാലും ഞങ്ങളെ കവർ ചെയ്ത് പോകും. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ആ ഞങ്ങൾ നോക്കുമ്പോൾ കല്ലുകളാണ് ഒഴുകി വന്നത്, വലിയ വലിയ കല്ലൊക്കെയാണ് ഒഴുകി വന്നത്, തടി. അതിനെ തടയാനാണ് നിങ്ങൾ അങ്ങനെ കടന്നത്. അതൊക്കെ ഇങ്ങനെ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. നിങ്ങളും കരഞ്ഞു കാണുമല്ല? ഞാൻ കണ്ട്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വലിയ കണ്ണടയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഡോർഫിൻ ഞാൻ കൂടെ കാണും. അപ്പൊ ഞാൻ ഡോർഫിനോട് പറയാം, പുള്ളിക്ക് ജാടയിട്ടൊന്നും അല്ല, കരഞ്ഞു. ശരിക്കും കരഞ്ഞു അല്ലേ? നിങ്ങൾ അതിനുശേഷം എപ്പോഴെങ്കിലും എല്ലാരും കൂടി പോയോ കൊടൈക്കനാല്? സിനിമയുടെ പൂജ നടന്നു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി, അല്ലാണ്ട് പിന്നെ ഒരിക്കലും പോയിട്ടില്ല. എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വാല്യൂ അത് കാണുന്ന, അത് കണ്ടനുഭവിക്കുക. നമ്മളെ തിയേറ്റർ എക്സ്പീരിയൻസ് അത് മസ്റ്റാണ് ഈ ഒരു പടത്തിൽ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു രീതി, ഇതെല്ലാം അതൊരു രക്ഷയില്ലാത്ത ഒരു അനുഭവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഇത് റിയൽ, ഇവര് പറഞ്ഞ ഒരു 95% ഇതാണ് നടന്നത് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടല്ലോ, സിനിമാറ്റിക് ആയിട്ട്, അതാ എടുത്തു മാറ്റി. അത് നമുക്കറിയില്ല ഇത് സിനിമയ്ക്ക് വേണ്ടി എടുത്തതാണോ, ഇത് നമുക്കത് ഒരു സിനിമ കൊണ്ട് അറിയാവോ ഇത് സിനിമന്റെ ഭാഗമായിരിക്കും, ബാക്കി കുറച്ച് ഭാഗം റിയൽ ആയിട്ടുള്ളത്. അതാ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അവര് തന്നെ പറയേണ്ടത് ഇത് 95% ഞങ്ങളുടെ സ്റ്റോറി തന്നെയാണ്, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായെന്നൊക്കെ പറയാം. ഒരു പോലീസ് സ്റ്റേഷനിൽ പോക്ക് കാര്യങ്ങളും നിങ്ങൾ, കാരണം ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഇവർ അതിക്രമിച്ച് കയറിയിട്ട് വരുന്ന ഒരു അപകടമാണ്. അപ്പൊ അതുമൂലമുള്ള കോൺസിക്വൻസ് അത് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ള കാര്യമൊക്കെ. കാരണം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പോയാൽ പോട്ടെ എന്നുള്ള ലെവലിലൊക്കെയാണ് വിട്ടുകളയുക. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കില്ല. കാരണം കേന്ദ്രമന്ത്രിയുടെ മകൻ വരെ അതിനകത്തോട്ട് പെട്ട ഒരു ഇൻസിഡന്റ് ആണ്. എന്നിട്ട് അടക്കം രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം അവിടേക്ക് കാറ്റ് വീട്ടുള്ള എല്ലാം ലില്ല് വെച്ച് അടച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും പിള്ളേര് ഒരു അശ്രദ്ധ കൊണ്ട് അതിനകത്ത് കയറി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം നമ്മളവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരുമാതിരി എന്താ പറയുക. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവിടെ ഗാർഡുകളിനെ എല്ലാവരും ഭയങ്കര രീതിയിൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഗുണാക്കേവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കൊടൈക്കനാലില്. അയ്യോ അത് പറഞ്ഞ വാക്കുകളില്ല, അത് തിയേറ്റർ തന്നെ കാണണം. അപ്പൊ നമ്മ ടൂർ പോയതൊക്കെ മറന്നുപോയി, എല്ലാം മറന്നുപോയി. രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്നത് അതുപോലെ എഴുന്നേറ്റപ്പോ ശരീരം മൊത്തം വേദന, പെയിൻ, മനസ്സിലാവണില്ല. കണ്ണ് തുറന്നു നോക്കിയാ ഫുള്ള് ഇരുട്ട്, ശരീരം മൊത്തം വേദന, വവ്വാലിന്റെ കരച്ചില്. അപ്പൊ ഞാൻ മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണെന്നുള്ള ചിന്താഗതിയായി പോയി. അപ്പൊ ഇവൻ എന്നെ വിളിക്കുന്നുണ്ട്, സിക്സൻ. ഈ ശബ്ദം വന്ന് നമുക്ക് കാതിൽ വീഴുന്നുണ്ട്, പക്ഷെ അത് ബ്രെയിനിലേക്ക് നമ്മുടെ അതിലേക്ക് അങ്ങനെ വരുന്നില്ല. ഞാൻ ഓൾറെഡി മരിച്ചു പോയേക്കാണല്ലോ, പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ നേരം കിടന്നു കഴിഞ്ഞ കാരണം പിന്നെ എപ്പോഴോ ഏതൊരു വിളി എൻ്റെ നെഞ്ചിൽ തട്ടി, അവൻ്റെ വിളി. അതിലാണ് ഞാൻ കണക്ഷൻ കിട്ടിയത്, ഏതൊരു സ്പാർക്ക്. അല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും. കിടക്കുന്ന പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പറഞ്ഞു വിടുന്നു. ഇവന്റെ സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത്. ശരിക്കും അവര് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അന്നേരം പോയില്ലേ? എല്ലാം സത്യം, എല്ലാം പോയി. അടികൊണ്ട ആള് അല്ലേ കൃഷ്ണകുമാർ. ഈ സിനിമയിലെ ഗണപതിയുടെ ക്യാരക്ടർ ശരിക്കും ഇന്നലെ. പക്ഷെ ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സിനെ വെട്ടാൻ ഏത് തരം ആക്ടിങ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവര് പൊളിയാണ്, അതൊന്ന്. പിന്നെ എന്താ പറയാ, ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ നമുക്ക് അത്ര ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ആ ചിരിച്ച് നമുക്ക് ഇരിക്കാന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അതെന്താണെന്നുള്ളത് നമുക്ക് ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഉറപ്പാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ ഇപ്പോൾ ഏകദേശം ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ
ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളാണ്. നിറസാഹസങ്ങളോട് ഓടുന്നുണ്ട്. മലയാള സിനിമ ഇസ് ബാക്ക് എന്ന് തന്നെ പറയാം. അതിനെതിരെ കൂറ പടങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന തിയേറ്ററിൻ്റെ സമരമൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് നല്ല സിനിമകളാണ് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് സിനിമയെ തകർക്കാത്ത ലെവലിലുള്ള ഇത് കൊണ്ടുപോകണമായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മഞ്ഞുമൽ പോലെയുള്ളൊരു പടം നമുക്ക് കിട്ടില്ലായിരുന്നു. അത്രയും ഗംഭീരമായിട്ട് എടുത്തത്. ദയവേദി ഈ വീഡിയോ കാണുന്ന മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഫാമിലി ആയിട്ട് തന്നെ കാണാം. കാരണം നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് 100% നീതി പുലർത്തിയിട്ടാണ് ഇങ്ങനെയൊരു പടം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ അതിൽ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ പറയുന്ന പടം തുടങ്ങി അവർ കൊടൈക്കനാലിൽ എത്തിയതിന് ശേഷം നിങ്ങളും അതിലൊരാളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഇത്. നമ്മുടെ ഒരു കുടുംബത്തിലൊരാളാണ് അതിൻ്റെ അകത്തോട്ട് കൊണ്ട് നമുക്ക് എങ്ങനെ ഇതിട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ വരും നമുക്ക്. പിന്നെ പടം കഴിയുമ്പോൾ അയ്യോ എല്ലാവരും പിരിയാൻ പോകണല്ലോ, പടം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് ഒരു മികച്ചൊരു പടത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ട് ഈ പടം നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എന്തായാലും രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ഇതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവൻ്റെ വായിൽ തന്നെ ഓരോ കഥകൾ കേൾക്കുന്ന സമയത്ത്, നമ്മൾ ആ പടം കണ്ടിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കരതാണ്. കാരണം നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ട് ആരും അതുപോലെ നിൽക്കുന്നത്, നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കാണുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കാരണം അപ്പം അറിയാം നമുക്ക് അവരനുഭവിച്ച എന്താണെന്നുള്ളത്. ഭയങ്കര രീതിയിൽ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്.